പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മുഖത്തെ നോക്കുവാൻ ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 14 അധ്യായത്തിൻ്റെ 6 വാക്യം. യഹോവ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും, അല്പം കൊണ്ടും അധികം കൊണ്ടും അവന് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് പ്രയാസമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇത്ര മഹത്തായ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി കർത്താവ് നമുക്ക് തന്നല്ലോ. യോനാഥാൻ ശൗലിൻ്റെ മകൻ പറഞ്ഞതായ വാക്കുകളാണ്. അല്പം കൊണ്ടോ അധികം കൊണ്ടോ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് പ്രയാസമില്ലല്ലോ. ആകയാൽ ദൈവം നമ്മുടെ ആൾവലിപ്പം നോക്കാതെ, പെരുപ്പം നോക്കാതെ, ശത്രുവിനോട് ചേർത്ത് ഒത്തുനോക്കുമ്പോൾ നമ്മളിലുള്ളതായ ആൾബലക്കുറവ് നോക്കാതെ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഫെലിസ്ത്യരോട് വെല്ലുവിളിക്കുന്ന ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി തൻ്റെ അപ്പനോട് പോലും പറയാതെ കുറച്ച് യോദ്ധാക്കളെയും കൂട്ടി ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് യോനാഥാൻ പുറപ്പെടുന്ന ഒരു യാത്രക്കിടയിൽ അതിൻ്റെ പ്രാരംഭത്തിങ്കിൽ തൻ്റെ സഹപാഠികളോട്, സഹപ്രവർത്തകരോട്, യോദ്ധാക്കളോട്, പട്ടാളക്കാരോട്, പട്ടാള മേധാവിയോട് പറഞ്ഞതായ ധൈര്യപ്പെടുത്തുന്ന വാക്കാണ്. എന്താണെന്നറിയാമോ? യഹോവ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പട്ടാളക്കാർ ഒരുപക്ഷെങ്കിൽ തൻ്റെ ഹൃദയത്തെ അറിയുന്നതിനോ ധൈര്യപ്പെടുത്തുന്നതിനോ ഉറപ്പിക്കുന്നതിനോ പിന്മാറ്റുന്നതിനോ ഒക്കെ തന്നോട് പറഞ്ഞു കാണും, യജമാനെ നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ, ഫെലിസ്ത്യർ വലിയൊരു സമൂഹമായി കടുന്തൂക്കായ പാറയുടെ മറവിൽ നിൽക്കുകയാണ്. യോനാഥാൻ പറഞ്ഞു, ഞാൻ ദാവീദിന്റെ കയ്യിൽ നിന്ന് ചില തത്വങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദൈവം എനിക്ക് സഖിയായി കൊട്ടാരത്തിൽ കൊണ്ടുവന്നതായ ദാവീദ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവത്തിന്റെ ദാസനിൽ നിന്ന് ചില കാര്യങ്ങൾ സൺഡേ സ്കൂളൊക്കെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അതിൽ പറഞ്ഞതായ ഒരു കാര്യമാണ് എന്നെ തറവാക്കി, മേക്ക് മീ ഷുവർ. അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പ്രയാസമില്ലല്ലോ. ഈ വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അടിസ്ഥാനപരമായ ഒരു വിശ്വാസ പ്രമാണമായി നാം മനസ്സിലാക്കുമ്പോൾ, പ്രിയരെ, ക്രിസ്തീയ ജീവിതം മാധുര്യമുള്ളതാകും. എന്തുകൊണ്ടാണ് ഞാൻ മാധുര്യമുള്ളതാകും എന്ന് പറഞ്ഞത്? ഇല്ലായെങ്കിൽ, ഈ തത്വം അറിയത്തില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതം കൈപ്പേറിയ ജീവിതമാകും. മാധുര്യം അല്പം പോലും അനുഭവിക്കുവാൻ കഴിയുകയില്ല. കയ്പും മാധുര്യവും ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിൻ്റെ പരമോന്നതമായ നിശ്ചയദാർഢ്യം നമ്മുടെ ജീവിതത്തെ എങ്ങനെ അത് കീഴടക്കുന്നുവോ അതിനെ ആശ്രയിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇല്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടുകൊണ്ട് വിലപിക്കുന്നവരായി തീരും. ഒത്തുനോക്കും. ശത്രുക്കളുടെ മുമ്പിലും, അയൽവക്കക്കാരുടെ മുൻപിലും, കൂട്ടുകാരുടെ കൂട്ടത്തിലും, സഹപാഠികളോടും ഒപ്പം നിന്നും കൊണ്ട് അവർക്കുള്ളതിനെ ഒക്കെ എണ്ണി 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 താരതമ്യപ്പെടുത്തി നിന്റെ കുറവുകളെ നീ ഏറ്റെടുത്തുകൊണ്ട് വ്യാകുലപ്പെടുന്ന ഒരു ജീവിതമായി മാറും. ആ ജീവിതത്തിൽ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. എത്ര ഉപവാസമെടുത്താലും ആ ജീവിതം പ്രകാശിപ്പിക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറഞ്ഞു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക, അവൻ അത് നിർവഹിക്കും. എന്താണ് നമ്മുടെ ഭാരം? നാം നമ്മുടെ ഭാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ആവശ്യങ്ങളാണ് ഭാരമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. നമുക്ക് വീട് വേണം, ഭവനം വേണം, സൗഖ്യം വേണം, കുഞ്ഞുങ്ങളുടെ ഐശ്വര്യം, കുഞ്ഞുങ്ങളുടെ വിവാഹം, നമ്മുടെ ആരോഗ്യം എന്ന് വേണ്ട സമ്പത്ത്, നീക്കിയിരിപ്പ്, സമ്പാദ്യം, ദേശത്തുള്ളതായ യശസ് എന്ന് വേണ്ട, ഇതെല്ലാം ഭാരമല്ലേ? ഇതൊന്നും ദൈവം നോക്കത്തില്ല കേട്ടോ. ഇതൊന്നും നോക്കിയതായ ചരിത്രം പോലുമില്ല. അങ്ങനെ ആർക്കെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്.
എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? നിന്റെ ഭാരം എന്താണ്? നോക്കൂ, 7000 പേരെ പോഷിപ്പിച്ചപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ശിഷ്യന്മാരെ, സഹോദരന്മാരെ, ഈ ജനത്തെ വിശന്ന് പറഞ്ഞയക്കുവാൻ എനിക്ക് മനസ്സില്ല. കാരണം കുറച്ച് ദിവസമായി അവർ എന്നോടൊപ്പമായിരിക്കുന്നു. ഞാൻ അവരെ വിശക്കുന്നവരായി പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകും. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തേ പറ്റും. ശിഷ്യന്മാർ കർത്താവിനോടൊന്ന് പറഞ്ഞു, ഇത്രയും വലിയൊരു പുരുഷാരത്തിന് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ നമുക്ക് എന്തോ ഉണ്ട്? നമ്മുടെ കയ്യിലൊന്നുമില്ല. ചന്തയിൽ ചെന്ന് വാങ്ങിക്കാനെന്ന് വിചാരിച്ചാലും ആ കടയിലുള്ളതായ സാധനങ്ങളെല്ലാം തൂത്തുവാരി പാത്രത്തോടെ നമ്മളിഞ്ഞ് കൊണ്ടുവന്നാലും ശരി, ഇത്രയും വലിയൊരു പുരുഷാരത്തിന് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ ഏതാണ്ട് 4000 പേര് പുരുഷന്മാർ തന്നെ ഇരിക്കുന്നു. നമുക്കവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ കഴിയില്ല ഗുരു. അവരവരുടെ വീട്ടിൽ പോകട്ടെ, സമാധാനമുണ്ടല്ലോ. കർത്താവ് പറഞ്ഞല്ലോ, അത് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആട്ടെ, അവരെ പറഞ്ഞയക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളെ ഞാൻ എങ്ങോട്ട് പറഞ്ഞയക്കണം? നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ നിങ്ങൾ എന്ത് കരുതിയിട്ടുണ്ട്? ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, 7 അപ്പവും കുറച്ച് മീനും ഉണ്ട്. അവിശ്വാസത്തിൻ്റെ വാക്ക്, നിരാശയുടെ വാക്ക്, തത്തുല്യപ്പെടുത്തുന്നതായ വാക്ക്, ഒത്തുനോക്കുന്ന വാക്ക്, കണക്കുകൂട്ടലുകളുടെ വാക്ക്, ജീവിതത്തിൽ പരാജയം ഒന്നാമായി ആരംഭിക്കുന്ന പ്രാരംഭമാക്കുന്നതായ വാക്ക്. കർത്താവ് വാക്കിനെ ശാസിച്ചു. കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിലുള്ളത് അല്പമെങ്കിലും അധികമെങ്കിലും അതെൻ്റെ കയ്യിൽ കൊണ്ടുവരിക. അതിനുശേഷം മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവ് ആ 7 അപ്പവും കുറച്ചു മീനും എടുത്തു. വേറെ അധികമായിട്ടൊന്നും എടുത്തില്ല കേട്ടോ. ശിഷ്യന്മാർ കൊണ്ടുവന്ന് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതായ അതേ സംഖ്യ തന്നെ കർത്താവ് എടുത്തു. അവരോട് പറഞ്ഞു, മുറിച്ച് പ്രാർത്ഥിച്ചു സ്വർഗത്തേക്ക് നോക്കി വാഴ്ചയതിനു ശേഷം അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വിളമ്പാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പ്രയാസമില്ലല്ലോ. ഭാരം നമുക്കെപ്പോഴും ഉണ്ടാകും. വീടിനെ കുറിച്ചുള്ള ഭാരം, വീട് വരുമ്പോൾ വണ്ടിയെക്കുറിച്ചുള്ളതായ ഭാരം, കുഞ്ഞുങ്ങളെ തരുമ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളതായ ഭാരം, പിന്നെ അവരുടെ ജോലിയെക്കുറിച്ചുള്ള ഭാരം, പിന്നെ അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ഭാരം, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഭാരം, നീക്കിയിരിപ്പിനെ കുറിച്ചുള്ള ഭാരം, ജോലിയെക്കുറിച്ചുള്ളതായ ഭാരം. അങ്ങനെ ഭാരങ്ങൾ അങ്ങ് കൂടി 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 വരികയാണ്. ഒരു ദിവസം പോലും ഭാരത്തിനൊരു അന്തമില്ലെന്ന് ദൈവം ഈ ഭാരമെല്ലാം എടുക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ വചനം ആത്മീകമായ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നത്, നിന്റെ ഭാരത്തിൻ്റെ ആവശ്യങ്ങളുടെ മുൻപിൽ നിന്റെ കയ്യിൽ ഉള്ളതിനെ കൊണ്ട് വിശ്വാസത്താൽ ജീവിക്കുവാൻ എങ്ങനെ സാധിക്കും? അത് കർത്താവിൻ്റെ കരത്തിൽ കൊടുക്കുമ്പോൾ കർത്താവ് അതിനെ വർദ്ധിപ്പിക്കുന്നു. നാം വായിച്ചതായ വേദഭാഗത്തിലേക്കൊന്ന് വരൂ. യോനാഥാൻ പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിക്കൂ. അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പ്രയാസമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതായ അല്പം കൊണ്ട് കർത്താവെ എങ്ങനെ ഇത് ചെയ്യും? അതാണ് ഭാരം. ഈ ഭാരമാണ് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുവാൻ ദാവീദ് പറഞ്ഞത്. നിന്റെ ഭാരം എന്ന് പറയുന്നത് നിന്റെ ആവശ്യങ്ങളുടെ നിരയല്ല, ആവശ്യങ്ങളുടെ വലിയ നീണ്ട പട്ടികയല്ല. നിന്റെ നീണ്ട പട്ടികയുള്ള ആ ആവശ്യങ്ങളുടെ മുഖത്ത് നിന്റെ കയ്യിലുള്ളത് എങ്ങനെ അതിനെ നേരിടാൻ നിനക്ക് സാധിക്കുമെന്നുള്ളത് ഒരു ഭാരം. ഈ ഭാരം കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ നിന്റെ കയ്യിലുള്ള 7 അപ്പത്തെ, നിന്റെ കയ്യിലുള്ളതായ 7 വിശ്വാസത്തെ, നിന്റെ കയ്യിലുള്ളതായ ആ ആ നിശ്ചയത്തെ, ഉറപ്പിനെ കർത്താവ് ഭാരമേറ്റെടുക്കുന്നു. എൻ്റെ അടുക്കൽ കൊണ്ടുവരുകയും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തിൽ ദൈവം തരുന്നതായ സന്ദേശത്തിൻ്റെ
അതിൻ്റെ ആഴത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കുവേ. നമ്മൾ പലപ്പോഴും ഉപവാസമെടുത്തും 40 ദിവസം 30 ദിവസം 20 ദിവസം എന്ന് വേണ്ട, അങ്ങ് ഉപവാസമാ. എന്തിനാ? അനേക ആവശ്യങ്ങളുണ്ട്. എന്നിട്ട് കർത്താവിൻ്റെ കയ്യിൽ വലിയൊരു ലിസ്റ്റ് കൊടുക്കുക. കർത്താവേ, ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം. ഏതെങ്കിലും ഒരു ലിസ്റ്റ് കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ല, നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് കർത്താവേ, നിന്റെ കൃപ എനിക്ക് മതി, നിന്റെ കൃപ നീ എനിക്ക് തരുമെങ്കിൽ ഞാൻ ചാടി അതിലേക്ക് കിടക്കും. ഈ കടുന്തുക്കായി കിടക്കുന്നതായ ഫെലിസ്ത്യരുടെ മുൻപിൽ ഞങ്ങൾക്കെതിരായി വെച്ചിരിക്കുന്ന പാറത്തൂക്കുകളെ കടക്കുവാൻ തപ്പി പിടിച്ചുകൊണ്ട്, കടുന്തുക്കായി കിടക്കുന്ന പാറകളെ തരണം ചെയ്യുവാൻ ഞങ്ങൾക്കുള്ള ബലം മതി. കാരണം ഞങ്ങൾ അല്പം പേരെ ഉള്ളുവെങ്കിലും ഞങ്ങൾ കടന്നു ചെല്ലും, ഞങ്ങൾ ജയം സംഭരിക്കും. യോനാഥാനും തൻ്റെ കൂട്ടരും കൂടെ വിശ്വാസത്തോടുകൂടെ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു. അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പ്രയാസമില്ലല്ലോ എന്നുള്ളതായ വാക്ക് കൊണ്ട് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ പാട്ടും പാടിക്കൊണ്ട് അവരങ്ങ് യാത്ര പുറപ്പെട്ടു. ഫെലിസ്ത്യർ ദൂരെ നിന്ന് നോക്കി. അവർ കണ്ടു, യഹൂദന്മാർ അയ്യോ, കടുന്തൂക്കുകളിൽ ഒളിച്ചിരുന്നവരെല്ലാവരും ആയിരമായി നമ്മുടെ പേരെ വരുന്നു എന്നുള്ളതായ ഒരു മിഥ്യാബോധം അവരെ മൂടി. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. യോനാഥാനും കൂട്ടരും കൂടെ കൊന്നൊടുക്കുവാൻ തുടങ്ങി. ഫെലിസ്ത്യ സംഘം ദൈവജനത്തിന്റെ മുൻപിൽ വീണു. ദൈവം ജയമെടുത്തു. അത്ഭുതം. ദൈവം പ്രവർത്തിച്ചത് അങ്ങനെയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ദൈവത്തോട് പ്രാർത്ഥിച്ച വംശത്തെ മുഴുവനും അങ്ങ് ഇല്ലാതാക്കിയതല്ല. ദൈവം പല അനുഭവങ്ങളിൽ കൂടെ മനുഷ്യരോട് ഇടപെടുന്നത് അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പ്രയാസമില്ലല്ലോ എന്നുള്ളതായ ഒരു നിശ്ചയദാർഢ്യം മനുഷ്യന് കടന്നു വരണം. ഈ പ്രഭാതയാമത്തിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ വചനത്തെ കേൾക്കുന്നതായ ദൈവദാസന്മാർക്ക് ദൈവം കൊടുക്കുന്നതായ ആലോചന, നിന്റെ മുൻപിൽ അനേകം ആവശ്യങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ ഉണ്ടെങ്കിലും നോക്കൂ, നീ കഷ്ടതകളുടെ നിരയെ കണ്ടുകൊണ്ട് അധൈര്യപ്പെടുവാനല്ല, അതിനെ നേരിടുവാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? ഒന്നുമില്ലാത്തവനെ കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോ അവൻ്റെ കയ്യിൽ ഉള്ളതും കുടിഞ്ഞു വാങ്ങിക്കും. രാവിലെ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഒന്നുമില്ല കർത്താവേ, ഒന്നുമില്ല എന്ന് ഭാരപ്പെടുന്നവനല്ല. നിന്റെ കൃപ എനിക്ക് മതി. പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് കൃപ തരുന്നുണ്ടെങ്കിൽ എനിക്കിതിനെ ജയിക്കാൻ കഴിയും എന്നുള്ളതായ ഒരു വിശ്വാസ വീരൻ എവിടെയുണ്ടോ അവനിലേക്ക് ദൈവത്തിന്റെ കൃപ ധാരാളമായി പകരുന്നതായ ദൈവത്തിന്റെ കൃപ, മഹത്വം, ദൈവത്തിന്റെ പ്രവൃത്തി അത് കാണുവാൻ നമ്മുടെ കണ്ണുകളെ ഈ പ്രഭാതയാമത്തിൽ തുറക്കുമെങ്കിൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം, കുടുംബത്തിൻ്റെ നാഥനായി, ദേശത്തിൻ്റെ നാഥനായി, അനേക ദൈവമക്കളുടെ നാഥനായി നിന്നുകൊണ്ട് നിനക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. അനേക വിശ്വാസവീരന്മാരെ നിന്റെ ഭവനത്തിൽ തന്നെ സൃഷ്ടിക്കുവാൻ നിന്നെ കൊണ്ട് സാധിക്കും. ആവശ്യങ്ങളുടെ നിരകളെ കണ്ട് വ്യാകുലപ്പെടാതെ ആവശ്യങ്ങളെ നേരിടുവാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട് അത് ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അല്പത്തെ ദൈവം പ്രകാശിപ്പിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു, വിളമ്പിക്കൊടുക്കുകയും. പ്രൈസ് ദി ലോർഡ്. ഒന്നും ആകാശത്തു നിന്ന് കർത്താവ് വരുത്തിയിട്ടല്ല, നിന്റെ കയ്യിലുള്ളത് വിളമ്പിക്കൊടുക്കുകയും അവർ വിളമ്പും തോറും വർദ്ധിച്ചു വന്നു. വർദ്ധിക്കുക, വിളമ്പും തോറും അങ്ങ് വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ പ്രവൃത്തിയെ കാണുവാൻ, ശ്രമിക്കുവാൻ, വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അല്പം കൊണ്ടോ അധികം കൊണ്ടോ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പ്രയാസമില്ലല്ലോ എന്നുള്ളതായ ദൃഢമേറിയതായ നിശ്ചയമായ ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരട്ടെ, നമ്മുടെ ഭവനത്തിൽ കടന്നു വരട്ടെ. ഇല്ലായ്മകൾ മാറട്ടെ, അസാധ്യതകൾ നമ്മുടെ മുൻപിൽ നിന്ന് മാഞ്ഞു പോകട്ടെ, ദൈവപ്രവൃത്തി തമ്മിൽ കൂടെ വെളിപ്പെടട്ടെ. God bless you.